ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കൊച്ചിയിലെത്തി. കഴിഞ്ഞ ദിവസം രാത്രി ഒരു 12:45 ഒക്കെ ആയിട്ടോ എത്തിയപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരുന്നേ. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിച്ചുവിൻ്റെ ഫ്രണ്ട് ഷാലോണിനെ 4 മാസങ്ങൾക്ക് ശേഷമാണ് നിച്ചു കാണുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ്, അതുകൊണ്ട് ഓടി ഇറങ്ങി വന്നതാണേ. കുഞ്ഞ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. അവർ രണ്ടുപേരും പൂരി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളിയിലാണ്. ശരവണ ഭവൻ വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല അടിപൊളി ഫുഡാണ്. സർവീസ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് വന്ന് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റും. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്ന അടുത്ത ഡെസ്റ്റിനേഷൻ വല്ലാർപാടമാണ്, വല്ലാർപാടം ചർച്ച്. അപ്പോൾ അവിടെ ഹോളി മാസ് ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴത്തേനും എത്തിയാൽ മതി. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കൊച്ചിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഒരു 4 മന്ത്സായി. കാരണം നിച്ചുവിൻ്റെ കാല് ഫ്രാക്ചറായിട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ട് ഇപ്പോഴാണ് നമ്മൾ തിരിച്ച് കൊച്ചിയിലെത്തിയത്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വല്ലാർപാടം പോകുന്ന റൂട്ട് മനോഹരമായ ദൃശ്യങ്ങളാൽ സമ്പന്നമാണ്. നമ്മളീ പോകുന്ന റൂട്ടിൽ നമുക്ക് നല്ല പച്ചപ്പും മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടും ആസ്വദിച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ തന്നെ ഒരു ഡ്രൈവ് പോകുമ്പോൾ തന്നെ അത് മനസ്സിൽ ഭയങ്കര റിലാക്സേഷനാണ്. അത് കുറേ നാളായില്ലേ കഴിച്ചിട്ട്. കൂടുതൽ ഇഷ്ടം ഗ്രീൻ ആട്ടോ. പോട്ടെ. നമ്മളങ്ങനെ കുർബാന കഴിഞ്ഞ് വല്ലാർപാടം പള്ളിയിലാട്ടോ ഇന്ന് കുർബാനയ്ക്ക് വന്നേ. അപ്പം ഞങ്ങൾ കുർബാന കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ അപ്പുറത്തെ സ്റ്റഡി ടേബിൾ ഇട്ട് പഠിക്കാൻ പഠിക്കോ? വെള്ളുള്ളത് വേണ്ടേ? വെള്ളുള്ളത് അപ്പനില്ലേ, അപ്പന് 8 മണി വരെ പഠിക്കണേ. ക്ലോക്ക് കൂട്ടിട്ട് പഠനേ. എന്നിട്ട് സമയം വച്ചിട്ട് ആ സമയമാകുമ്പോ ഞാൻ സാമ്പാർ കൂട്ടി അപ്പന് മാറിയായിട്ടല്ല കഴിക്കാൻ കാണുന്നത്. കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വരാറുള്ള, അതായത് വല്ലാർപാടം പള്ളിയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ വരാറുള്ള, വിസിറ്റ് ചെയ്യാറുള്ള ഒരു മെയിൻ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ, വെള്ളക്കാന്താരി. ഇവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന കുറേ ചേച്ചിമാരാണ്. അതേപോലെ മെയിനായിട്ട് ഇവിടെ സീ ഫുഡിനാണ്. ഒരുപാട് സീ ഫുഡ് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും എൻ്റെ നിച്ചുവിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് മീൻമുട്ട. അത് ഇന്ന് ഉണ്ടായിരുന്നില്ല. പകരം ഞങ്ങൾ കക്കയിറച്ചി പിന്നെ അതേപോലെ കൊഴുവ ഫ്രൈ ഒക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വല്ലാർപാടം ചർച്ചിൽ വരുമ്പോൾ ഞങ്ങൾ മെയിൻലി പോകാറുള്ള 2 പ്ലേസസ് ആണ്. ഒന്ന് സിലിക്കോൺ ഫുഡ് കോർട്ട് മറൈൻ ഡ്രൈവിൽ, പിന്നെ അതേപോലെ ഈ വെള്ളക്കാന്താരി. വെള്ളക്കാന്താരി നമ്മുടെ ടോളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ മിൽക്ക് ഷേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ടോള്. നമ്മൾ ഈ ടോളിൻ്റെ സൈഡിലൂടെയുള്ള വഴിക്കാണ് നമ്മൾ വെള്ളക്കാന്താരിയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഒന്ന് ബ്രോഡ്വേ വരെ പോവാണേ. നമ്മൾ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അതായത് ഫോണിനൊക്കെ ഇടുന്ന കവറൊക്കെ ഒന്ന് അവിടെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനവും കിട്ടും. അതുകൊണ്ട് മേനകയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്.
ഞങ്ങൾ ബ്രോഡ്വേയിലെത്തി. ഈ നടന്നു പോകുമ്പോൾ സ്ട്രീറ്റ് കാണുന്ന ഷോപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ ഒരു ഷോപ്പിൻ്റെ പേര് മൊബൈൽ കിങ് എന്നാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൻ്റെയും ടാബിൻ്റെ ഒക്കെ കവർ മാറ്റുന്നത്, സ്ക്രീൻ കാർഡ് മാറ്റുന്നതൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ഓൺലൈനിൽ പോലും കിട്ടാത്ത ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. അങ്ങനെ ഫോണിൻ്റെ കവർ ഞാൻ ചൂസ് ചെയ്ത് ഈ 2 കവറാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇവർ നന്നായിട്ട് തന്നെ അത് ക്ലീനൊക്കെ ചെയ്ത് കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തന്നു. നമ്മുടെ ഫോണിന് മാച്ച് ആയിട്ടുള്ള കവറും കാർഡൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടും. ടാബ് അവിടെ നമ്മൾ പുറത്ത് പോയി വന്നപ്പോൾ വാങ്ങിയിട്ട് വന്ന ഐറ്റംസാണിത്. വെജിറ്റബിൾസ്, കോണ് ഒക്കെയാണിത്. ഇത് പിന്നെ ഫ്രൂട്ട്സ്, ഇത് നിച്ചുവിന് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സാണ്. നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ആപ്പിൾ വാങ്ങിയതാണ്. നമ്മൾ പുറത്ത് പോയി വന്നിട്ടാണ് കേട്ടോ അന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ്, പിന്നെ അതേപോലെ ഇതിൽ പയറുണ്ടാക്കാൻ വെച്ചേക്കുവാണ്. നിച്ചുവിന് നമ്മൾ ബിരിയാണി വാങ്ങി കേട്ടോ. ബിരിയാണി അളകാപുരിയിൽ നിന്ന് ബിരിയാണി വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ വാങ്ങിയില്ല, ബിക്കോസ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കൊക്കെ പുറത്തുനിന്നായിരുന്നു കഴിച്ചത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വൈകിട്ട് കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞി ഇവിടെ ആവുന്നു, പയറിതാ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇന്നലെ നൈറ്റ് എത്തിയുള്ളൂ. നൈറ്റ് ഒരു 12:45 ഒക്കെ ആയി നമ്മൾ എത്തുമ്പോൾ. സോ നമ്മളൊന്നും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ സാധനങ്ങളാണ്. ഇപ്പോൾ രാവിലെ ഇച്ചിരി സ്കൂളിൽ കൊടുത്തു വിടണം, ഫുഡൊക്കെ കൊടുത്തു വിടണം. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുവാണ് കേട്ടോ. നൈറ്റ് തന്നെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ എണീക്കണം. നിച്ചുവിന് 8:20 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ എല്ലാം സെറ്റാക്കി നിച്ചുവിനെ കൊണ്ടുപോയി വിടണം. സോ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് മോർണിംഗ് വർക്ക് കുറച്ച് ഈസി ആയിരിക്കും. അപ്പം ഞങ്ങൾ പുറത്ത് പോയി വന്നുകൊണ്ട് ഇന്ന് കഞ്ഞിയും പയറുമാണ്. അപ്പോൾ പയറുണ്ടാക്കാണ് ജസ്റ്റ് വേഗം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണ് കഞ്ഞിയും പയറെന്ന് പറയുന്നത്. സോ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, വെജിറ്റബിൾസ്, വെണ്ടക്ക, തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കുവാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം രാവിലെ ആകുമ്പോൾ അതങ്ങ് എടുത്ത് നമുക്ക് ഡയറക്റ്റ് എന്താണോ കറികൾ, ഇപ്പോൾ സാമ്പാറിനാണ് ഞാൻ ഉദ്ദേശിച്ചാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ.